പുറത്തേക്ക് നോക്കിയപ്പോഴേ നല്ല പെരും മഴയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിട്ട്. എന്നാൽ പിന്നെ വണ്ടി എടുത്തൊന്ന് കറങ്ങി അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇക്കായും പിള്ളേരും കൂടി 2 ടൂ വീലറിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് ഇക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും അല്ലാട്ടെ, നമുക്ക് ഭൂതത്താൻ കിട്ടി വരും ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ എത്ര ഷട്ടറുകൾ ഡാമിൻ്റെ തുറന്നിട്ടിട്ടെന്ന് നോക്കണമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആവട്ടെ. പക്ഷെ പോയി പകുതി എത്തിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടാൽ ചെറുതായിട്ട് പൊടിയണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അവിടെയാണെങ്കിൽ നിറയെ ആളുകളാണ് പാലത്തുങ്ങ. എന്നെ പോലെ തന്നെ ഷട്ടർ എത്രണ്ണം തുറന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നവരാൻ തോന്നുന്നു. പിന്നെ ചൂണ്ടയിടാനായിട്ടും കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട്. പാലത്തിൽ നിറയെ വണ്ടികളും ആൾക്കാരും ആണ്. ഒരു സൈഡിൽ ഇങ്ങനെ കാറുകളൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കാണ്ട. എന്നാൽ പിന്നെ ഞങ്ങളും ഞങ്ങളുടെ വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങളും പാലത്തിൻ്റെ താഴത്തേക്ക് നോക്കിക്കാണ്ട. നല്ല ഫോഴ്സിലാണ് വെള്ളം വരണത്. ആകെ ഒരു 2-3 ഷട്ടറുകളാണ് ഫുള്ളായിട്ട് തുറന്നേക്കണത്. പിന്നെ 2-3 ഷട്ടർ ഹാഫായിട്ട് തുറന്നിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തുറന്നിട്ടില്ല കേട്ടോ. എങ്കിലും തുറന്നേക്കണ ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വന്നത്. കാണാനായിട്ട് നല്ല ചന്തമൊക്കെ ഉണ്ട്. പക്ഷേ വീണ് കഴിഞ്ഞിട്ട് അത്ര ചന്തം ഉണ്ടാവുമെന്ന് തോന്നലില്ല. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കുതിച്ചൊഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി കാണട്ടെ. പിന്നെ ചൂണ്ടയിടാൻ വേണ്ടി കുറേ പേര് ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ മീനെ കിട്ടണമുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും നല്ല രസമാണ്. ഇവിടെ നല്ല പെരുമഴ പെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കുമല്ലോ. ഞാൻ റെയിൻകോട്ടൊന്നും ഊരിയിട്ടില്ല. എങ്ങാനും വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെയാണത്.